Hi students, welcome to the lecture series of Special Relativity. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ റൂൾസ് ആണ്. രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നുകൊണ്ട് ഒരു പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കണക്ട് ചെയ്യാനുള്ള റിലേഷനാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ഒരു രണ്ട് ഫ്രെയിം നമ്മളിവിടെ കൺസിഡർ ചെയ്തു. എസ് എന്ന് പറയുന്ന ഫ്രെയിമും മറ്റൊരു ഫ്രെയിം എസ് പ്രൈം. S prime is moving with a velocity v along x-axis. That means there are two observers. One is at origin O and another observer at O prime. O prime is moving with a velocity v. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ സ്പീഡ് യു ആണെങ്കിൽ അതിന് മൂന്ന് കമ്പോണൻറ്റുകൾ ഉണ്ടാവും. യു എക്സ്, യു വൈ, യു സെഡ്. ഒരു ഫ്രെയിമിൽ എസ് പ്രൈമിൽ അതേ സ്പീഡിനെ തന്നെ നമ്മൾ യു പ്രൈം എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് മൂന്ന് കമ്പോണൻറ്റുകൾ ഉണ്ടാവും. യു എക്സ് പ്രൈം, യു വൈ പ്രൈം, യു സെഡ് പ്രൈം. ഇതിനെ കണക്ട് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. ഈ റിലേഷൻസിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ ഒരു ടൈമിംഗ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഈ ലെക്ചറിൽ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ, പാർട്ടിക്കിള് എക്സ് ആക്സിസിലാണ് ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ദർ ആർ ടു ഫ്രെയിംസ് എസ് ആൻഡ് എസ് പ്രൈം. സോ രണ്ട് ഫ്രെയിമിൽ നിന്ന് നോക്കിയാലും പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, പാർട്ടിക്കിൾ ഈസ് മൂവിങ്, ഇറ്റ് ഹാസ് ഓൺലി എക്സ് കമ്പോണൻറ്റ്, ഇറ്റ് ഈസ് മൂവിങ് അലോങ് എക്സ് ആക്സിസ് വിത്ത് എ സ്പീഡ് യു വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ O, and it is moving with a speed O prime, U prime with respect to observer O prime. അപ്പോൾ ഓനെ സംബന്ധിച്ചിടത്തോളം യുവും O പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം യു പ്രൈമും. അതിന് എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, വൈയും സെഡും ഇല്ല. അപ്പോൾ കുറച്ചും കൂടി ഈ റിലേഷനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. യു പ്രൈം ഇസ് ഈക്വൽ ടു യു മൈനസ് വി ഡിവൈഡഡ് ബൈ 1 മൈനസ് വി യു ബൈ സി സ്ക്വയർ. ഓക്കെ, ക്ലിയർ? ഇതാണ് നമ്മളുടെ റിലേഷൻ. ഈ റിലേഷനാണ് നമ്മളിവിടെ ഒരു ടൈമിംഗ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ റിലേഷൻസ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വേണ്ട റിലേഷൻ മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള റിലേഷൻ. യു പ്രൈം ഇസ് ഈക്വൽ ടു യു മൈനസ് വി ഡിവൈഡഡ് ബൈ 1 മൈനസ് വി യു ബൈ സി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈമിംഗ് ഡിവൈസ് എടുക്കാൻ പോവാണ്. വി ക്യാൻ കൺസിഡർ എ ടൈമിംഗ് ഡിവൈസ് ലൈക്ക് ദിസ്. ഒരു ജസ്റ്റ് ലൈക്ക് എ ക്ലോക്ക്. ഒരു ക്ലോക്കാണ്, ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോക്കാണെന്ന് മാത്രം. ഇത്തരത്തിലുള്ള ക്ലോക്ക് കഴിഞ്ഞ ലെക്ചേഴ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലോക്കാണ്. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. സം പാർട്ടിക്കിൾസ് ഒരു പി എന്ന് പറയുന്ന ഒരു സോഴ്സിൽ നിന്ന്, ഇതൊരു സോഴ്സാണ്, ആ സോഴ്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സാണ്. ഇവിടെ ഞാനൊരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്, അതിനെ ഡി എന്ന് വിളിക്കുന്നു, ഡിറ്റക്ടർ. സോ ഈ ടൈമിംഗ് ഡിവൈസിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആ പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നത്, പ്രധാനമായും ലൈറ്റിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, പാർട്ടിക്കിളിനെ അല്ല, ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ഡിറ്റക്ടർ ഉണ്ട്. ഇവിടെ ഒരു ഫ്ലാഷിംഗ് ബൾബ് ഉണ്ട്, എഫ് എന്ന് പറഞ്ഞിട്ട്, ഫ്ലാഷിംഗ് ബൾബ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ പാർട്ടിക്കിളിൽ നിന്ന്, ഈ പാർട്ടിക്കിൾ സോഴ്സിൽ നിന്ന് പാർട്ടിക്കിൾസ് ഇങ്ങോട്ട് എമിറ്റ് ചെയ്യും. ഈ ഫ്ലാഷിംഗ് ബൾബും വന്ന് തട്ടുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലാഷിംഗ് സോഴ്സും അതുമോ ഒന്ന് തട്ടുമ്പോൾ അതിൽ നിന്ന് ലൈറ്റ് പുറപ്പെടും. ലൈറ്റ് എന്നിട്ട് ഈ ഡിറക്ഷനിൽ ട്രാവൽ ചെയ്ത് ഡിറ്റക്ടറിലേക്ക് വന്ന് വീഴും. അപ്പോൾ ലൈറ്റ് സോഴ്സിൽ, അല്ല എന്താ പറയുക, പാർട്ടിക്കിൾ സോഴ്സിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് എഫിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എഫിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യും. ഒരു ഫ്ലാഷിംഗ് ലൈറ്റ് ഉണ്ടാവും.
ആ ഫ്ലാഷിംഗ് ലൈറ്റ് ട്രാവൽ ചെയ്ത് ഡി എന്ന് പറയുന്ന ഡിറ്റക്ടറിൽ വന്ന് വീഴും. ആ ഡിറ്റക്ടറിൽ വന്ന് വീഴുമ്പോൾ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ടിക്ക്. അങ്ങനെയാണ് അതൊരു ക്ലോക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ പി എന്ന് പറയുന്ന സോഴ്സിൽ നിന്ന് പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്ത് ഫ്ലാഷിംഗ് ബൾബുമ്പോൾ വന്ന് വീണ് ഫ്ലാഷിംഗ് ബൾബിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്ത് ഡിറ്റക്ടറിൽ വന്ന് വീഴുമ്പോൾ ഒരു ടിക്ക് ഉണ്ടാവുന്നു. ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ ഇത് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് പിയിൽ നിന്ന് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത് ഫിലമെന്റിൽ വന്ന് ഫ്ലാഷിംഗ് ബൾബും വന്ന് വീഴുന്ന ലൈറ്റ് ഡിറ്റക്ടറിൽ വന്ന് വീഴുന്ന സമയത്ത് ഒരു ടിക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ആ ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് പിയിൽ നിന്ന് പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് ഡിറ്റക്ടറിൽ ലൈറ്റ് വന്ന് വീഴുന്ന സമയത്താണ് ഒരു ടിക്ക് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമ്മൾ സമയം കണക്കാക്കുന്നത്, ക്ലോക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് പാർട്ടിക്കിൾസ് ആണ്, തിരിച്ചു വരുന്നത് ലൈറ്റാണ്. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ എന്ന് എഴുതാം, തിരിച്ചു വരുന്നത് ലൈറ്റാണ്. സോ ഈ ടൈമിംഗ് ഡിവൈസിന് രണ്ട് പാർട്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. പിയിൽ നിന്ന് എഫിലേക്ക് പാർട്ടിക്കിൾ പോകുന്നു, പാർട്ടിക്കിൾ വന്ന് വീണാൽ പാർട്ടിക്കിൾ അവിടെ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്ത് ഡിയിലേക്ക് വന്ന് വീഴുന്നു. ഈ രണ്ട് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ലെങ്തിനെ തൽക്കാലം നമുക്ക് L0 എന്നെടുക്കാം. ഫിലമെന്റും ഡിറ്റക്ടറും തമ്മിലുള്ള ദൂരത്തിനെ L0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഡിറ്റക്ടറാണ്. ആ ഡിറ്റക്ടറിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പാർട്ടിക്കിളിൻ്റെ സ്പീഡിൻ്റെ ഈ റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ റൂള് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒബ്സർവ് ചെയ്യാൻ നമുക്ക് രണ്ട് ഒബ്സർവർ വേണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ട് ഒബ്സർവേഴ്സിന് ഉണ്ടാക്കാം. ഒരു ഒബ്സർവർ എന്ന് പറഞ്ഞാൽ O, നമ്മളുടെ എസ് ഫ്രെയിം പോലെ ഗ്രൗണ്ടിൽ നിൽക്കുന്നു, ഒബ്സർവർ O. മറ്റൊരു ഒബ്സർവറിനെ ഈ ടൈമിംഗ് ഡിവൈസിന് വെക്കാം, ഇറ്റ് O prime. Okay, and suppose this timing device is moving with a velocity v. That means O is at rest and O prime is moving with a velocity v along x-axis with respect to O. ഓനെ സംബന്ധിച്ചിടത്തോളം O പ്രൈം വി സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇത് ടൈമിംഗ് ഡിവൈസ് ആണ് മൂവ് ചെയ്യുന്നത്. ടൈമിംഗ് ഡിവൈസ് വി സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ടൈമിംഗ് ഡിവൈസിൻ്റെ മുകളിൽ ഒരു ഒബ്സർവർ ഉണ്ട്, O പ്രൈം ഉണ്ട്, ഗ്രൗണ്ടിൽ ഒരു ഒബ്സർവർ ഉണ്ട്. നമുക്ക് ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു മൂവ്മെൻറ്റ് രണ്ട് ഫ്രെയിമിൽ നിന്നുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, രണ്ട് ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കൺസിഡർ ദ സിറ്റുവേഷൻ with respect to observer O prime. ടൈമിംഗ് ഡിവൈസിൻ്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്സർവേഷൻ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ ടിക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ ടിക്സ്, ഒരു ടിക്കും അടുത്ത ടിക്കും തമ്മിലുള്ള, ഒരു ടിക്ക് എന്ന് പറയുന്നത് പിയിൽ നിന്ന് പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടിക്ക് സ്റ്റാർട്ട് ചെയ്തു, ടിക്ക് ഉണ്ടായെന്ന് വിചാരിച്ചോ, പാർട്ടിക്കിൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് എഫിൽ വന്ന് വീണ് തിരിച്ച് ഡിറ്റക്ടറിൽ വന്നപ്പോൾ അടുത്ത ടിക്ക് ഉണ്ടായി. അപ്പോൾ ആ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ ടിക്സ് ഈസ്, നമുക്കതിനെ ഡെൽറ്റ T0 എന്ന് എഴുതാം, വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ
O prime. അപ്പോൾ O പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ക്ലോക്ക് ഇങ്ങോട്ട് ഈ അപ്പാരറ്റസ് മൊത്തത്തിൽ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും O പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം O പ്രൈം ആ ക്ലോക്കിന്റെ അതേ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് O പ്രൈമിന് ക്ലോക്ക് റെസ്റ്റിലായിട്ടാണ് തോന്നുക. അപ്പൊ O പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലോക്ക് സ്റ്റേഷനറിയാണ്. അപ്പൊ അയാൾ മെഷർ ചെയ്യുന്ന ടൈം ഇന്റർവൽ എന്ന് പറയുന്നത് ഡെൽറ്റ T0 എന്ന് പറയുന്നത് പ്രോപ്പർ ടൈം ഇന്റർവൽ ആയിരിക്കും. പ്രോപ്പർ ടൈം ഇന്റർവൽ ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? സ്റ്റേഷനറി ആണ്. His clock is not moving along x-axis because relative speed between clock and observer O prime is 0. ഓക്കെ, അപ്പോൾ അയാൾ ഈ ടൈം ഇന്റർവെൽ മെഷർ ചെയ്യാൻ പോകണം. ടൈം ഇന്റർവെൽ മെഷർ ചെയ്യണമെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള കാര്യം എന്താ, പിയിൽ നിന്ന് എഫിലേക്ക് പോയി എഫിൽ നിന്ന് ഡിയിലേക്ക് തിരിച്ചു വരികയാണ്. പിയിൽ നിന്ന് എഫിലേക്ക് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നു, എഫിൽ നിന്ന് ഡിയിലേക്ക് തിരിച്ച് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ മൊത്തം ടൈം ഇന്റർവെൽ കണ്ടുപിടിക്കാൻ വളരെ ലളിതമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റിയാണ്. ഓക്കെ, അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ സ്പീഡ്, ഒരു കാര്യം അസ്യൂം ചെയ്യാം. സപ്പോസ് U prime is the speed of particle with respect to observer O prime. ഈ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിക്കിളിന്റെ സ്പീഡ് എന്ന് പറയുന്നത് U പ്രൈം ആണെന്ന് വിചാരിക്കുക. ഈ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം അതിനെ U എന്ന് കൊടുക്കാം. അത് നമ്മൾ പിന്നീട് പറയും. ഒബ്സർവർ ഓനെ സംബന്ധിച്ചിടത്തോളം യുവും O പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം അത് U പ്രൈം ആണെന്ന് വിചാരിക്കും. ഓക്കെ, O പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം ഈ ദൂരം, ഈ ഡിവൈസിന്റെ ദൂരം എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് L0 ആയിരിക്കും. അത് പ്രോപ്പർ ലെങ്ത് ആയിരിക്കും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങോട്ട് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നത് U പ്രൈം സ്പീഡിലാണ്. എന്നിട്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം L0 ദൂരമാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത്, ടൈം ഇന്റർവെലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ടൈം ടേക്കൻ ബൈ ദ പാർട്ടിക്കിൾ ടു ട്രാവൽ ഫ്രം P to F പ്ലസ് പിയിൽ നിന്ന് എഫിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള സമയം പ്ലസ് എഫിൽ നിന്ന് ഡിയിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യാനുള്ള സമയം. അപ്പോൾ നമുക്ക് അടുത്തത് ടൈം ടേക്കൻ ബൈ ദ പാർട്ടിക്കിൾ ടു ട്രാവൽ ഫ്രം particle അല്ല, time taken by light to travel from F to D. അപ്പൊ അങ്ങോട്ടുള്ള ദൂരം എത്രയാ? L0 ആണ്. ഇതിന്റെ സ്പീഡ് എത്രയാ? ഇതാണ് L0 by U prime എന്ന് എഴുതാം. അടുത്തത് L0 by C എന്ന് എഴുതാം. ലൈറ്റിന്റെ സ്പീഡ് C ആണ്. ലൈറ്റിന്റെ സ്പീഡ് സിയും പാർട്ടിക്കിളിന്റെ സ്പീഡ് U prime ആണ്. അപ്പൊ ഡെൽറ്റ T0നെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൽറ്റ T0 is equal to L0 by U prime plus L0 by C, which is equation number 1. ഇതാണ് ആരെ സംബന്ധിച്ചിടത്തോളം, ഒബ്സർവർ O പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം ഇന്റർവൽ, ഈ രണ്ട് ടിക്കുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഈ രൂപത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതേ പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒബ്സർവർ ഓയുടെ ആംഗിളിൽ നിന്നുകൊണ്ട് സംസാരിക്കാം. ഓക്കെ, consider the same situation with respect to observer O. ഇപ്പോൾ O ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഓനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലോക്ക് മൂവ് ചെയ്യുന്നുണ്ട്.
ഈ ക്ലോക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, v സ്പീഡിൽ ക്ലോക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആയിട്ട് വരച്ച് കാണിക്കാൻ പോവാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഒരു സെക്ഷൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒബ്സർവർ ഓയുടെ ആംഗിളിൽ നിന്നുകൊണ്ട് ഈ ക്ലോക്കിൻ്റെ ബിഹേവിയർ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോവാണ്. അപ്പോൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പടം ഒന്നുകൂടി വരയ്ക്കാം. ഒബ്സർവർ ഓ ഇവിടെയാണ്, ക്ലോക്ക് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇത് പാർട്ടിക്കിൾ സോഴ്സ്, ഇത് ഡിറ്റക്ടർ, ഇത് ഫ്ലാഷിംഗ് ബൾബ്. അപ്പോൾ ഇതിൽ നിന്ന് യു സ്പീഡിൽ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നു, ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകും. ഓക്കെ, നമുക്ക് ഈ ഡിറ്റക്ടറും ഫിലമെൻറ്റും തമ്മിലുള്ള ദൂരത്തിന് ഇവിടെ നമുക്ക് തൽക്കാലം എൽ എന്നെടുക്കാം. കാരണം ഒബ്സർവർ ഓ റെസ്റ്റിലും ക്ലോക്ക് വി സ്പീഡിൽ ട്രാവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് കോൺട്രാക്ഷൻ പ്രകാരം L0 ആയിരിക്കില്ല, L0നേക്കാളും ഷോർട്ടർ ആയിരിക്കും. അതിൻ്റെ റിലേഷൻ ഇങ്ങനെയാണ്, L=L0√1 - v²/c² എന്ന് എഴുതാം. അപ്പോൾ ഇയാൾ ഒബ്സർവ് ചെയ്യുന്ന ലെങ്ത്തും ഒബ്സർവർ ഓ ഒബ്സർവ് ചെയ്യുന്ന ലെങ്ത്തും ഒബ്സർവർ ഓ പ്രൈം ഒബ്സർവ് ചെയ്യുന്ന ലെങ്ത്തും ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ L0യും ഇവിടെ എല്ലും നമ്മൾ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കുക പാർട്ടിക്കിൾ പിയിൽ നിന്ന് ഫിലമെൻറ്റിലേക്ക്, അതായത് പി എന്ന് പറയുന്ന സോഴ്സിൽ നിന്ന് ഫ്ലാഷിംഗ് ബൾബിലേക്ക് പാർട്ടിക്കിൾ എത്താൻ വേണ്ട സമയം Δt1 ആണെന്ന് വിചാരിക്കുക. ലെറ്റ് Δt1 be the time taken for particle to move from P to F. ഇപ്പോൾ പാർട്ടിക്കിള് യു സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ U∆T1 ആയിരിക്കും ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത്. U∆T1 ആയിരിക്കും. Δt1 സമയം കൊണ്ട് നിങ്ങൾക്കറിയാം, Δt1 ടൈം ആണെങ്കിൽ യു സ്പീഡാണെങ്കിൽ പാർട്ടിക്കിള് U∆T1 ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുക, ആണല്ലോ, Δt1 കൊണ്ട്. അപ്പോൾ പിയിൽ നിന്ന് എഫിലേക്ക് ഇവൻ ട്രാവൽ ചെയ്യാണ്, U∆T1 ആണെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒബ്സർവർ ഇവിടെയായിരുന്നു, ടൈമിംഗ് ഡിവൈസും ഇവിടെയായിരുന്നു. പക്ഷേ പാർട്ടിക്കിള് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന സമയം കൊണ്ട് ഈ ഡിവൈസ് ഇങ്ങോട്ട് നീങ്ങും. അപ്പോൾ ഈ പിയും എഫും ഒക്കെ ഇങ്ങോട്ട് നീങ്ങും. അപ്പോൾ ആ സമയം കൊണ്ട് ഒരു V∆T1 ദൂരം ഡിവൈസ് മൊത്തത്തിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. Δt1 സമയം കൊണ്ട് V∆T1 ഈ ഡിവൈസ് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ടാവും എന്നർത്ഥം. അപ്പോൾ ആക്ച്വലി പിയിൽ നിന്ന് എഫിലേക്ക് ഇത്രയും ദൂരമാണ് ഇവൻ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്, പാർട്ടിക്കുലർ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ പോലും ഈ എഫ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു കൊണ്ട് മൊത്തം നമ്മളുടെ പാർട്ടിക്കുലർ ട്രാവൽ ചെയ്യുന്നത് L+V∆T1 ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരും. അണ്ടർസ്റ്റുഡ്? ആ L+V∆T1 എന്ന് പറയുന്നത് എന്തായിരിക്കും? മൊത്തം ആ ഡിവൈസ് സഞ്ചരിച്ച ദൂരമാണ്. ഡിവൈസിന്റെ ഈ പിയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരമാണ്. ഡിവൈസ് സഞ്ചരിച്ച ദൂരമല്ല, ഡിവൈസ് സഞ്ചരിച്ചത് V∆T1 ആണ്. പിയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരം L+V∆T1 ആയിരിക്കും. ആ ഡിസ്റ്റൻസ് ആയിരിക്കും U∆T1 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ L+V∆T1 എന്ന് നമുക്ക് എഴുതേണ്ടി വരും. ഇക്വേഷൻ നമ്പർ 2 ഫസ്റ്റത്തെ സെറ്റ് ഇതിൽ. അപ്പോൾ പിയിൽ നിന്ന് എഫിലേക്ക് എത്താൻ, പാർട്ടിക്കിൾ എത്താനുള്ള ദൂരം ഇവിടെ
എൽ പ്ലസ് വി ഡെൽറ്റ ടി വൺ ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു യു സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് യു ഡെൽറ്റ ടി വൺ ആയിരിക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളുടെ ടൈമിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് ഇവിടെ എത്തിച്ചേർന്നു. ഇപ്പൊ എഫില് ഇതാണ് എൽ, ഈ ഫിലമെന്റിന്റെ വിടുത്താണ് ഞാൻ ഇപ്പുറത്തേക്ക് നീട്ടി വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സമയം കൊണ്ട് എൽ പ്ലസ് വി ഡെൽറ്റ ടി വൺ ദൂരം സഞ്ചരിച്ചു, അത് യു ഡെൽറ്റ ടി വൺ ആയിരിക്കും. ഇനി ഫിലമെന്റിൽ നിന്ന് ലൈറ്റ് പുറപ്പെടാൻ പോവാണ്. ലൈറ്റ് സിഗ്നൽ പുറപ്പെടുന്നു. ലൈറ്റ് സിഗ്നൽ പുറപ്പെട്ടിട്ട് എന്ത് സംഭവിക്കും? ലൈറ്റ് സിഗ്നൽ പുറപ്പെടുന്നു. ലൈറ്റ് സിഗ്നൽ പുറപ്പെടുമ്പോൾ സി സ്പീഡിലാണ് ഇവൻ ട്രാവൽ ചെയ്യുക. ലെറ്റ് ഡെൽറ്റ ടി ടു be the time taken by the light to reach detector from F. എഫിൽ നിന്ന് ഡിറ്റക്ടറിലേക്ക് ലൈറ്റ് എത്തിച്ചേരാൻ വേണ്ട സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത് ഡെൽറ്റ ടി ടു ആണെന്ന് വിചാരിക്കാം. ഡെൽറ്റ ടി വൺ ആണ് പിയിൽ നിന്ന് എഫിലേക്ക് എത്താനുള്ള ദൂരം, സമയം. എഫിൽ നിന്ന് ഡിയിലേക്ക് ലൈറ്റ് എത്താനുള്ള സമയം എന്ന് പറയുന്നത് ഡെൽറ്റ ടി ടു ആണെന്ന് വിചാരിക്കാം. ഏത് സ്പീഡിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്? സി ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സി ഡെൽറ്റ ടി ടു ആയിരിക്കും. പക്ഷെ ഈ സമയം കൊണ്ട് നമ്മുടെ ടൈമിംഗ് ഡിവൈസ് വി സ്പീഡിൽ ഒരു ഡെൽറ്റ ടി ടു ടൈം കൊണ്ട് വി ഡെൽറ്റ ടി ടു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫിലമെന്റിൽ നിന്ന് ഡിറ്റക്ടറിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഈ അപ്പാരറ്റസ് വി ഡെൽറ്റ ടി ടു ദൂരം ട്രാവൽ ചെയ്യും. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളുടെ അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഏകദേശം മൂന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ ഒബ്സർവർ ഇവിടെ റെസ്റ്റിലാണ്. ഈ മൂന്ന് കേസിലും ഒബ്സർവർ, മൂന്ന് കേസ് എന്ന് പറയുന്നത് മൂന്ന് സിറ്റുവേഷൻ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ റെസ്റ്റിലാണ്. റെസ്റ്റിലായിരുന്ന സമയത്ത് അപ്പാരറ്റസ് ഇവിടെയാണ്. പിന്നെ അപ്പാരറ്റസ് ഒരു വി ഡെൽറ്റ ടി വൺ ദൂരം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് എത്തിച്ചേർന്നു. അത് കഴിഞ്ഞ് ഡെൽറ്റ ടി ടു സമയം കൊണ്ട് വി ഡെൽറ്റ ടി ടു ദൂരം ഇങ്ങോട്ടും ട്രാവൽ ചെയ്തപ്പോൾ നമ്മളുടെ പാർട്ടിക്കിളിൻ്റെ ഈ അപ്പാരറ്റസ് ഇവിടെ ഇങ്ങനെ എത്തി. ഫിലമെന്റ് ഇങ്ങനെ, ഫിലമെന്റ് അല്ല, ഫ്ലാഷിംഗ് ലൈറ്റ്. അപ്പോഴേക്കും ലൈറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവും. സി ഡെൽറ്റ ടി ടു സമയം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും അപ്പാരറ്റസ് ഇവിടെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ ആയിരുന്നു. ഫിലമെന്റിൽ നിന്ന് ഡിറ്റക്ടറിലേക്കുള്ള ദൂരം എൽ ആയിരുന്നു. പക്ഷേ ഈ അപ്പാരറ്റസിന്റെ ഈ മൂവ്മെന്റ് കൊണ്ട് തന്നെ വി ഡെൽറ്റ ടി ടു ദൂരം, വി ഡെൽറ്റ ടി ടു ദൂരം ഇവൻ ട്രാവൽ ചെയ്തുകൊണ്ട് ഫ്ലാഷിംഗ് ബൾബിൽ നിന്ന് ഡിറ്റക്ടറിലേക്ക് എത്താൻ എൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരില്ല. എൽ മൈനസ് വി ഡെൽറ്റ ടി ടു ദൂരം ട്രാവൽ ചെയ്താൽ ഡിറ്റക്ടറിൽ എത്തിയിട്ടുണ്ടാവും. കാരണം ഈ അപ്പാരറ്റസ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ലൈറ്റ് ട്രാവൽ ചെയ്യാൻ വേണ്ട ദൂരം എന്ന് പറയുന്നത് സി ഡെൽറ്റ ടി ടു ആയിരിക്കും. അത് എൽ ഉണ്ടാവില്ല, എൽ മൈനസ് വി ഡെൽറ്റ ടി ടു എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമ്മൾ ഒരു അപ്പാരറ്റസിന്റെ മൂവ്മെന്റ് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പിയിൽ നിന്ന് യു സ്പീഡിലേക്ക് ഫിലമെന്റിലേക്ക് ഫ്ലാഷിംഗ് ബൾബിലേക്ക് ലൈറ്റ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നു. അത് ഡെൽറ്റ ടി വൺ സമയം കൊണ്ടാണ് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഈ അപ്പാരറ്റസ് ആസ് എ ഹോൾ വി ഡെൽറ്റ ടി വൺ ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ യു സ്പീഡിലാണ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൊത്തം ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറയുന്നത് യു ഡെൽറ്റ ടി വൺ ആയിരിക്കും.
അതെന്ന് പറയുന്നത് ഈ അപ്പാരറ്റസിന്റെ ലെങ്ത് പ്ലസ് എക്സ്ട്രാ ട്രാവൽ ചെയ്ത വി ഡെൽറ്റ ടി വൺ ദൂരമായിരിക്കും. രണ്ടാമത് എഫിൽ നിന്ന് ഡിയിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യാൻ ഡെൽറ്റ ടി ടു സമയമാണ് എടുക്കുന്നത് എങ്കിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് സി ആയതുകൊണ്ട് സി ഡെൽറ്റ ടി ടു ദൂരമായിരിക്കും ഇവൻ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ആ സി ഡെൽറ്റ ടി ടു ദൂരം എന്ന് പറയുന്നത് ആക്ച്വൽ അപ്പാരറ്റസ് മൈനസ് ലെങ്ത് മൈനസ് വി ഡെൽറ്റ ടി ടു ആയിരിക്കും. കാരണം അപ്പാരറ്റസ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് എൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരില്ല. എൽ മൈനസ് വി ഡെൽറ്റ ടി ടു ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഡിറ്റക്ടറിൽ എത്തിയിട്ടുണ്ടാവും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു സി ഡെൽറ്റ ടി ടു. ഓക്കെ, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്ന് തോന്നുന്നു, എങ്കിലും ക്ലിയർ ആയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3 കിട്ടി. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് u മൈനസ് വി ഇൻറ്റു ഡെൽറ്റ ടി വൺ വിൽ ബി ഈക്വൽ ടു എൽ എന്ന് എഴുതാം. സോ ഡെൽറ്റ ടി വൺ ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ u മൈനസ് വി എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 4. സിമിലർലി ഫ്രം ഇക്വേഷൻ നമ്പർ 3, വി ഡെൽറ്റ ടി ടു ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ സി പ്ലസ് വി കോമൺ ആയിട്ട് ഡെൽറ്റ ടി ടു എടുക്കാം. സി പ്ലസ് വി ഡെൽറ്റ ടി ടു ഈസ് ഈക്വൽ ടു എൽ എന്ന് എഴുതാം. സോ ഡെൽറ്റ ടി ടു ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ സി പ്ലസ് വി എഴുതാം, ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ രണ്ടാമത്തെ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം, ഒബ്സർവർ ഓയിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ ഡെൽറ്റ ടി വൺ ദൂരം, തിരിച്ച് ട്രാവൽ ചെയ്യാൻ ഡെൽറ്റ ടി ടു ദൂരം. സോ ടോട്ടൽ ലെങ്ത്, ടോട്ടൽ ടൈം, ദൂരമല്ല, അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ ഡെൽറ്റ ടി വൺ സമയം, ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ ഡെൽറ്റ ടി ടു സമയം. സോ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ദ ടിക്സ് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ ഓ, അതിനെ നമുക്ക് ഡെൽറ്റ ടി എന്ന് എഴുതാം. ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ടി വൺ പ്ലസ് ഡെൽറ്റ ടി ടു, ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ നമുക്കതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി കൻ റൈറ്റ് delta t is equal to delta t1 plus delta t2, that is equal to L divided by u minus v plus L divided by u c plus v, equation number 7. Okay, പക്ഷെ നമുക്കറിയാം L എന്ന് പറയുന്നത് L0 റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. സോ വി ക്യാൻ 1 ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയറിനെ നമ്മൾ സാധാരണ ഗാമ എന്നാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. സോ യു ക്യാൻ റൈറ്റ് എൽ ഇസ് ഈക്വൽ ടു L0 ബൈ ഗാമ എന്ന് എഴുതാം. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു L0 ബൈ ഗാമ ഇൻറ്റു 1 ബൈ u മൈനസ് വി പ്ലസ് 1 ബൈ സി പ്ലസ് ഇക്വേഷൻ നമ്പർ 8. ടൈം ഡൈലേഷൻ ഫോർമുല പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒബ്സർവർ ഓ മെഷർ ചെയ്യുന്ന ടൈം ഇന്റർവലാണ് ഡെൽറ്റ ടി, ഒബ്സർവർ ഓ പ്രൈം മെഷർ ചെയ്യുന്ന ടൈം ഇന്റർവലാണ് ഡെൽറ്റ ടി സർ. ഒബ്സർവർ ഓ പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം ഡിവൈസ് റെസ്റ്റിലാണ്. അപ്പോൾ അയാൾ മെഷർ ചെയ്യുന്ന ടൈം ഇന്റർവൽ എന്ന് പറയുന്നത് പ്രോപ്പർ ടൈം ഇന്റർവൽ ആയിരിക്കും. ഒബ്സർവർ ഓ മെഷർ ചെയ്യുന്നത്, ഓനെ സംബന്ധിച്ചിടത്തോളം ഡിവൈസ് മൂവ് ചെയ്യാണ്. അപ്പോൾ അയാൾ മെഷർ ചെയ്യുന്ന ടൈം ഇന്റർവെലിനെ ഇംപ്രോപ്പർ ടൈം ഇന്റർവെൽ എന്ന് പറയാം. അപ്പോൾ ഒരു ടൈം ഡൈലേഷൻ ഇഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഡെൽറ്റ ടി 0 ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ഗാമ ഡെൽറ്റ ടി 0 എന്ന് എഴുതാൻ പറ്റും. ഡെൽറ്റ ടിനെ വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 9. Okay.
അപ്പോൾ ഇക്വേഷൻ നമ്പർ 9 പ്രകാരം അതങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഫ്രം ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1 നോക്കിയാൽ മതി. ഡെൽറ്റ T0 എന്ന് പറയുന്നത് L0 ഡിവൈഡഡ് ബൈ യു പ്രൈം പ്ലസ് L0 ഡിവൈഡഡ് ബൈ സി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇക്വേഷൻ 9ഉം ഇക്വേഷൻ 1ഉം substitute equation 9 and 1 in equation number 8. 9ൽ നിന്ന് ഡെൽറ്റ ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗാമ ഡെൽറ്റ T0 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ എഴുതുന്നത് ഗാമ ഡെൽറ്റ T0 ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടിക്ക് പകരം L0 ഡിവൈഡഡ് ബൈ ഗാമ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ യു മൈനസ് ബി പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി പ്ലസ് ബി. ഗാമ ഡെൽറ്റ T0 പകരം ഗാമ ഇൻറ്റു L0 ഡിവൈഡഡ് ബൈ യു പ്രൈം പ്ലസ് L0 ഡിവൈഡഡ് ബൈ സി ദാറ്റ് ഈസ് ഈക്വൽ ടു L0 ബൈ ഗാമ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ യു മൈനസ് ബി പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി പ്ലസ് ബി. ഓക്കെ, L0 കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാം രണ്ട് സൈഡിലും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ചിട്ട് എഴുതാം. 1 ബൈ ഗാമ ഇക്വേഷൻ നമ്പർ 10 എന്ന് കൊടുത്തോളാം. 1 ബൈ ഗാമ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ യു മൈനസ് ബി പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു 1 ബൈ യു പ്രൈം പ്ലസ് 1 ബൈ സി. ഇത് LHS, ഇത് RHS. നമുക്കൊരു കാര്യം ചെയ്യാം. ഇക്വേഷൻ നമ്പർ 11 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 11ന്റെ LHS എടുത്തിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാം. കുറച്ച് ഓൾജിബ്രായിക് കാൽക്കുലേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ റൂൾ കിട്ടും. അതായത് യു പ്രൈമും യുവും തമ്മിലുള്ള ബന്ധം നമുക്ക് റീഅറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ LHS എന്താ? LHS എന്ന് പറയുന്നത് 1 by gamma into 1 divided by u minus b plus 1 divided by c plus b. നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് LCM എടുക്കാം. അപ്പോൾ 1 by gamma LCM എന്ന് പറയുന്നത് u minus b into c plus b ആണ്. That is equal to LCM എടുക്കുമ്പോൾ c plus b plus u minus b എന്ന് വരും. അപ്പോൾ പ്ലസ് ബിയും മൈനസ് ബിയും വെട്ടിപ്പോയി. അപ്പോൾ നമ്മളുടെ റിലേഷൻ എന്ന് പറയുന്നത് 1 ബൈ ഗാമ ഇൻറ്റു സി പ്ലസ് യു ഡിവൈഡഡ് ബൈ യു മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ബി. LHS അങ്ങനെ ഇക്വേഷൻ നമ്പർ 12. ഇനി RHS എടുക്കുക. ഇക്വേഷൻ നമ്പർ RHS ഓഫ് ഇക്വേഷൻ നമ്പർ 11 എടുത്താൽ എന്ത് സംഭവിക്കും? RHS ഗാമ ഇൻറ്റു 1 ബൈ യു പ്രൈം പ്ലസ് 1 ബൈ സി ആണ്. നമുക്കതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. യു പ്രൈം സി LCM എടുത്താൽ സി പ്ലസ് യു പ്രൈം ഇൻറ്റു ഗാമ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 13 എന്ന് കൊടുക്കുക. 12ഉം 13ഉം കൂടി ഇക്വേറ്റ് ചെയ്യാം. പന്ത്രണ്ടും LHS RHS ആണല്ലോ. LHS is equal to RHS കൊടുക്കാം. 12 13 ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ ഗാമ ഇൻറ്റു സി പ്ലസ് യു ഡിവൈഡഡ് ബൈ യു മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു സി പ്ലസ് യു പ്രൈം ഡിവൈഡഡ് ബൈ യു പ്രൈം സി. ഓക്കെ,
രണ്ട് സൈഡിലും ഗാമ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ both sides by ഗാമ. അപ്പൊ LHSലുള്ള ഗാമ വെട്ടിപ്പോയി. സി പ്ലസ് യു ഡിവൈഡഡ് ബൈ യു മൈനസ് വി ഇൻറ്റു സി പ്ലസ് വി ഗാമ സ്ക്വയർ ഇൻറ്റു സി പ്ലസ് യു പ്രൈം ഡിവൈഡഡ് ബൈ യു പ്രൈം സി. നമുക്കൊരു കാര്യം ചെയ്യാം. ഗാമ സ്ക്വയർ ഇത് ഇക്വേഷൻ നമ്പർ 14 എന്ന് കൊടുക്കാം. ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് ഗാമ എന്ന് പറയുന്നത് 1/√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. അപ്പോൾ ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് സംഭവിക്കും? സി പ്ലസ് യു ഡിവൈഡഡ് ബൈ യു മൈനസ് വി ഇൻറ്റു സി പ്ലസ് വി that is equal to c plus u prime divided by u prime c into 1 minus v square by c square. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. c plus u prime divided by u prime c into c square minus v square by c square. ഈ സിയും ഇതും വെട്ടിപ്പോയി. ആ സീനെ മുകളിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ നമുക്ക് എന്ത് വന്നു? സി ഇൻറ്റു സി പ്ലസ് യു പ്രൈം ഡിവൈഡഡ് ബൈ യു പ്രൈം ഇൻറ്റു സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ. ഇവിടെ LHS സി പ്ലസ് യു ഡിവൈഡഡ് ബൈ യു മൈനസ് വി ഇൻറ്റു സി പ്ലസ് വി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സി ഇൻറ്റു സി പ്ലസ് യു പ്രൈം ഡിവൈഡഡ് ബൈ യു പ്രൈം ഇൻറ്റു സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്ന് പറയുന്നത് സി മൈനസ് വി ഇൻറ്റു സി പ്ലസ് വി എന്ന് എഴുതാം. സി പ്ലസ് യു ഡിവൈഡഡ് ബൈ യു മൈനസ് വി ഇൻറ്റു സി പ്ലസ് വി. ഇപ്പോൾ രണ്ട് സൈഡിലും സി പ്ലസ് വി ഉണ്ട് ഡിനോമിനേറ്ററിൽ, രണ്ടും വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. സി പ്ലസ് യു ഡിവൈഡഡ് ബൈ യു മൈനസ് വി വിൽ ബി ഈക്വൽ ടു സി ഇൻറ്റു സി പ്ലസ് യു പ്രൈം ഡിവൈഡഡ് ബൈ യു പ്രൈം ഇൻറ്റു സി മൈനസ് വി. നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? സി പ്ലസ് യു ഇൻറ്റു യു പ്രൈം ഇൻറ്റു സി മൈനസ് വി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സി പ്ലസ് യു പ്രൈം ഇൻറ്റു യു മൈനസ് വി. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. യു പ്രൈം ഇൻറ്റു ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സി സ്ക്വയർ സി ഇൻറ്റു സി സി സ്ക്വയർ സി ഇൻറ്റു മൈനസ് വി മൈനസ് സി വി u into c plus cu minus uv that will be equal to c into u cu c into v minus cv u prime plus u prime u minus u prime v. രണ്ട് സൈഡിലും യു പ്രൈം അകത്തേക്ക് എടുത്താൽ ഇവിടെ യു പ്രൈം സി സ്ക്വയർ അകത്തേക്ക് എടുക്കുക. യു പ്രൈം സി സ്ക്വയർ മൈനസ് യു പ്രൈം സി വി പ്ലസ് യു പ്രൈം സി യു മൈനസ് യു പ്രൈം യു വി ദാറ്റ് വിൽ ബി ഈക്വൽ ടു സി സ്ക്വയർ യു മൈനസ് സി സ്ക്വയർ വി പ്ലസ് യു പ്രൈം യു സി മൈനസ് യു പ്രൈം വി സി. അപ്പോൾ ഇവിടെ യു പ്രൈം സി വി ഈ ടേമും വെട്ടിപ്പോയി. യു പ്രൈം
സി യു, ഈ ടേമും വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി റിമൈനിങ് ടേം എന്ന് പറയുന്നത് യു പ്രൈം സി സ്ക്വയർ മൈനസ് യു പ്രൈം യു വി ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു യു മൈനസ് വി. നമുക്കൊരു കാര്യം ചെയ്യാം, യു പ്രൈമിനെ ഇവിടെ കോമൺ ആയിട്ട് കൊടുത്താൽ യു പ്രൈം ഇൻറ്റു സി സ്ക്വയർ മൈനസ് യു വി ദാറ്റ് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു യു മൈനസ് വി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, യു പ്രൈം സി സ്ക്വയർ LHSൽ സി സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 1 മൈനസ് യു വി ബൈ സി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു യു മൈനസ് വി എന്ന് എഴുതാം. ഇവിടെയും സി സ്ക്വയറും ഇവിടെയും സി സ്ക്വയറും വെട്ടിപ്പോയി. അപ്പോൾ യു പ്രൈം എന്തായി? യു പ്രൈം ഇസ് ഈക്വൽ ടു യു മൈനസ് വി ഡിവൈഡഡ് ബൈ 1 മൈനസ് വി യു ബൈ സി സ്ക്വയർ. ഇതാണ് റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ റൂൾ. ഓക്കെ, ഇത് വളരെ ലളിതമായിട്ട് നമ്മളൊരു ടൈമിംഗ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ് ചെയ്തു. ഇതിൻ്റെ ഓൾജിബ്രായിക് സ്റ്റെപ്സ് കുറച്ച് ലെങ്തിയാണ്, സിമ്പിൾ ആണെങ്കിലും കുറച്ച് ലെങ്തിയാണ്. ഒരു എന്താ പറയുക, ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് വരികയാണെന്ന് വെച്ചാൽ ഈ മുഴുവൻ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പും റെപ്രസെൻ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾജിബ്രായിക് ടേംസ് എന്താ പറയുക റീഅറേഞ്ച് ചെയ്തുകൊണ്ട് ഈ റിലേഷനിലേക്ക് എത്തിക്കാം എന്നുള്ളത് നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ടൈമിംഗ് ഡിവൈസിൻ്റെ മൂവ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ റിലേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്നുള്ളത്, 2 ഒബ്സർവേഴ്സ് ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഈ റിലേഷനിലേക്ക് എത്തുന്നത് എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ലെക്ചറിൽ നമ്മൾ റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് വരും. അതും നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു സെറ്റപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തുന്നതായിരിക്കും. അതിൻ്റെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.